അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. الحمد لله لا ند له ولا ضد له ولا نظير له ولا مولود له ولا شبيه له. الحمد لله بعظمته وجماله وجلاله وبقائه وقدرته وسلطانه يجري اللسان على تسبيحه وتحميده وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله للعالمين نذيرا. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. وسريت ليلا لا يزال بهيما فوق البراق مسرجا مزموما تلقى يسايرك الأمين نديما تعلو لحضرة قدسه تقديما. صلوا عليه وسلموا تسليما. إذ جاء إلى كل السماء تصففا رسل وأملاك وراء المصطفى فيهم إماما قدموه مشرفا صلى بكل خلفه مأموما. صلوا عليه وسلموا تسليما. चमन में समन समन में बपन बपन में दुल्हन तुम्हारे लिए ये जमीन आसमान ये परिंदा ये फरिश्तो ये शम्सो कमर तुम्हारे लिए. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم وقال سيدنا وحبيبنا ومصطفانا وقرة أعيننا وثمرة فؤادنا وقطعة أجسادنا محمد صلى الله عليه وعلى آله وأهل بيته وأصحابه وسلم. أنا سيد ولد آدم أنا سيد ولد آدم ولا فخر. صدق رسوله الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليمات. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ظلمت
أحيا الظلام إلى أن اشتكت قدماه الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وشذ من سغب أحشاءه وطواه تحت الحجارة كشحن مترف اللدم مولاي صل وسلم ولا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير സർവ്വയാർത്ഥിനികൾ അതുപോലെ ഉമ്മമാർ ഉപ്പമാർ സഹയാത്രികൾ ആദ്യമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര മത സമുദായ അംഗങ്ങളിൽ നിന്ന് ആരെങ്കിലും ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനെ കനിഞ്ഞേകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടെയുള്ള എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. അതിരറ്റ ദയാകരനും അഭ്യുദയകാംക്ഷയുമായ ലോകത്തിന്റെ ജഗനിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറെ വിശിഷ്ടവും വിരിഷ്ടവുമായ അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടുമുള്ള അനുരാഗത്തിന്റെ പ്രസൂലനങ്ങൾ പ്രസ്ഫുരിച്ചു നിൽക്കുന്ന ഭൗമികാന്തരീക്ഷത്തിൽ ഏറ്റവും വലിയ തൃഷ്ണാനയനങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന രമ്യഗർഭ താളമേള അനുസൃത ഇമ്പമാർന്ന ഈ സുന്ദരമായ സദസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളുടെ ഇമ്പമാർന്ന ഈരടക്കങ്ങളും മുടക്കങ്ങളും വരാനിരിക്കുന്ന അനുസ്യൂതമായ ഒരു പ്രവാഹം പോലെ മദീനയിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു സദസ്സിൽ ഞാൻ നിങ്ങളും വന്നിരിക്കുമ്പോൾ അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഏറ്റവും വലിയ ഒരു പുണ്യമായി നമ്മുടെ ജീവിതത്തിന്റെ ഗതകാല സർവ്വവിധ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വരാനിരിക്കുന്ന ജീവിതം വളരെ സന്തോഷത്തിലും അതിലേറെ ഏറ്റവും വലിയ ഈമാനിലും ഏറ്റവും വലിയ പരിപൂർണമായ ആഫിയത്തിലും ഹിദായത്തിലും തഖ്വയിലുമായി ജീവിച്ച് അവസാനം മരിച്ചു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് നാം പിറന്നു കൊടുത്ത മക്കൾ മുഴുവനും നമ്മുടെ ജനാസ നിസ്കാരത്തിലേക്ക് വരുന്ന, നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന, അയാളൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന രൂപത്തിൽ അനേകായിരം ആളുകൾ ജനാസ നിസ്കരിക്കുന്ന വലിയ ഒരു മരണമായി അള്ളാഹു നമ്മുടെ മരണത്തെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുമാറാകട്ടെ. സമയം ഒരുപാട് പിറകിലായതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ, ആമുഖത്തിന്റെ ഭാഷകങ്ങളിലേക്കോ ഭാഷണങ്ങളിലേക്കോ ഒന്നും തന്നെ കടന്നു പോകാതെ ഏറ്റവും വലിയ ഇമ്പമാർന്ന ഈ സുന്ദരമായ നിശയുടെ നിശബ്ദതയിൽ ഒരു കാര്യം ഊന്നിയിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദര സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഐതിഹാസികമായ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നാന്ദി കുറിക്കപ്പെട്ട യാതൊരുവിധ അരക്ഷിതാവസ്ഥയിൽ കടന്നിരുന്ന ഈ മുസ്ലിം സമൂഹത്തിന്റെ ദാർശനികതയിൽ ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ വിദ്യാഭ്യാസ വിചക്ഷണശാലികളായ ഒരുപാട് സമൂഹത്തിലേക്ക് വാർത്തെടുക്കാവുന്ന തലമുറയെ പണിത് വെച്ച कनखियों से इधर देखा देखना
अपने आहे तुम हो الملك القدوس السلام المؤمن المهيمن العزيز المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ഈ പരിപാടി വളരെ മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഭീമാപ്പള്ളി SKSSF യൂണിറ്റിൻ്റെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സന്തോഷത്തോടെയാണ് ഈ സമയത്ത് തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി പ്രദേശത്ത് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തിരുവനന്തപുരവുമായി ഭൂമിശാസ്ത്രപരമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത മലപ്പുറം ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള തിരൂരങ്ങാടിയിലെ ചെമ്മാട് പ്രദേശത്തുള്ള ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ രാജ്യത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച കലാലയത്തിൻ്റെ ബിരുദദാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതേ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളായ അതുപോലെ തന്നെ ഹുസൈൻ ദാരിമി, ഷാജഹാൻ ദാരിമി, ഷാനവാസ് മാസ്റ്റർ, സ്വാഗതം പറഞ്ഞ നൗഷാദ് ഹുദവി, നഫീസുദ്ദീൻ കൊല്ലം, പ്രമേയ പ്രഭാഷണം നടത്തുന്ന അഷ്റഫ് ഹുദവി അടിമാലി, ഇക്ബാൽ സാഹിബ് തുടങ്ങി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഹുദവീസ് ഹെറാൾഡിലെ ജാഥ അംഗങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന സമ്മേളനം
ഈ മാസം അവസാനം നടക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കേരളത്തിൽ പ്രയാണം ആരംഭിക്കുന്ന 2 സന്ദേശജാഥകളിൽ ഒന്നാണ് തെക്കൻ മേഖലാ ജാഥ. ഹുദവീസ് ഹെറാൾഡ് എന്ന പേരിലാണ് ഈ സന്ദേശ പ്രയാണം കേരളത്തിലുടനീളം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ചെമ്മാട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയെ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ ഹ്രസ്വമായാണെങ്കിലും നമ്മുടെ സ്വാഗത പ്രാസംഗികൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ചെമ്മാട് ദാറുൽ ഹുദ ഇന്ന് സമുദായത്തിന്റെ അഭിമാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ സമസ്തയുടെ പൂർവ്വസൂരികളായ നേതാക്കന്മാർ ദീർഘവീക്ഷണത്തോടുകൂടി രൂപകൽപ്പന ചെയ്തതാണ് ചെമ്മാട് ദാറുൽ ഹുദ. അഭിമന്യനായ പാണക്കാട് സയ്യിദന്മാരുടെ എല്ലാ അനുഗ്രഹാശിസുകളോടും കൂടി പ്രവർത്തിച്ചിട്ടുള്ള സ്ഥാപനമാണ് ദാറുൽ ഹുദ. ആ ദാറുൽ ഹുദയിൽ ഇന്ന് മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ സമന്വയത്തോടു കൂടിയുള്ള അധ്യയനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദാറുൽ ഹുദയിൽ അഡ്മിഷന് വേണ്ടി ശുപാർശകൾ തേടുന്ന കാലത്താണ് നമ്മളുള്ളത്. ഞങ്ങൾക്കൊക്കെ അനുഭവസ്ഥരാണ് പലരും. ഹുദവി ബിരുദത്തിന് പഠിക്കാൻ വേണ്ടി ദാറുൽ ഹുദയിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ശുപാർശക്ക് വരെ ആളുകൾ വരാറുണ്ട്. മനുഷ്യന്റെ ഇഹപര വിജയത്തിന്റെ ആധാരം. വിജ്ഞാനം അടിസ്ഥാനമില്ലാത്ത പല ഭവനങ്ങൾക്കും ഉറച്ച അടിസ്ഥാനങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യന്റെ നിലനിൽപ്പ് അന്തസ്സിന്റെയും മഹിമയുടെയും വീടുകളെ തകർക്കുകയും ചെയ്യും അജ്ഞത. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാമിന്റെ ദർശനമായ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ അറിയിച്ചു. ആദ്യം തന്നെ മനുഷ്യവംശത്തെ ശ്രദ്ധിച്ചിട്ട് ആദം നബിക്ക് ആദ്യമായി അള്ളാഹു സർവനാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് വിശുദ്ധ ഖുർആൻ വന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, പഠിക്കുകയാണ്. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അത്യുന്നതമായ നിലവാരങ്ങളിൽ അള്ളാഹു എത്തിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ക്ഷമിക്കുന്നു. الحمد لله الملك الديان الكريم المنان الرحيم الرحمن حافظ الدين والقرآن ما شاء الله كان أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله وصلى الله على سيدنا ونبينا ومولانا محمد وعلى آله وأصحابه الكرام وأفوض أمري إلى الله إن الله بصير بالعباد والصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ഏകദേശം 1.25 ഏക്കർ പേരിടം ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദ് അബ്ദുറഹീം ബാക്കവി എന്ന മഹത്തായ ഒരു ശ്രേഷ്ഠായ പണ്ഡിതൻ ദാവൂദ് സംഭാവന നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമ്മേളനം കഴിഞ്ഞ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് പ്രഗത്ഭരായ നേതാക്കളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ തുടങ്ങി സമസ്തയുടെ പോഷക സംവിധാനങ്ങളുടെ പ്രഗത്ഭരായ ഭാരവാഹികളെ, നേതാക്കളെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രധാനികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആരംഭിച്ചിരിക്കുകയാണ്. 18-ാം തീയതി കൊണ്ടോട്ടി ഈ പ്രയാണം സമാപിക്കുകയാണ്. ഈ പ്രയാണത്തിന്റെ ലക്ഷ്യം ഒക്കെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. കേരളക്കരയിലും ഇന്ത്യ രാജ്യത്തും